ഇന്ന് തയ്യാറാക്കുന്നത് ഒരു പാവയ്ക്ക പച്ചടിയാണ്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് പാവയ്ക്കയും പച്ചമുളകും കാന്താരി കുറച്ച് ചുവന്നുള്ളിയും എടുത്തിട്ടുണ്ട്. പാവയ്ക്കയും മുളകുമൊക്കെ വീട്ടിലുണ്ടായത് തന്നെയാണ്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഈ ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പാവയ്ക്കയുടെ കയ്പൊന്ന് കുറഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിൽ കൊച്ചുള്ളി ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് ഇതിൽ ചേർക്കുന്നത്. ഞാനിവിടെ പച്ചടി തയ്യാറാക്കാൻ ഒരു പാവയ്ക്ക ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോഴൊരു 6-7 പീസ് ചെറിയ ഉള്ളി കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ പച്ചമുളക് കൂടി വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതും ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. പാവയ്ക്കയും ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പാവയ്ക്കയും വറുത്ത് തന്നെയാണ് ഇതിൽ ചേർക്കുന്നത്. അല്ലാതെ വേവിച്ച് ചേർത്താലും ഭയങ്കര കയ്പ്പായിരിക്കും നമ്മൾ പച്ചടി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഫ്രൈ ചെയ്ത് ചേർത്ത് കഴിഞ്ഞാൽ ആ കയ്പ്പൊന്ന് കുറയുകയും ചെയ്യും. പിന്നെ ഈ ഉള്ളി കൂടി ചേർക്കുമ്പോഴേക്കും ഇതിൻ്റെ കയ്പ്പിനെ ഒന്ന് മാസ്ക് ചെയ്യാൻ നമുക്ക് പറ്റും. എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ആദ്യം തന്നെ എണ്ണയൊന്ന് ചൂടായ ശേഷം ഞാനിതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്തെടുക്കണം, ഷാലോ ഫ്രൈ അല്ല ചെയ്യേണ്ടത്. ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഈ ചെറിയ ഉള്ളി ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരല്പം ഉപ്പ് കൂടി ചേർത്താൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് വാടി കിട്ടും. പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാനും പറ്റും. ഈ ഒരു രീതിയിൽ ഞാനിതൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതൊന്ന് കോരി മാറ്റിയ ശേഷം ഒന്നുകൂടെ ഒന്ന് കളർ ചേഞ്ച് ഉണ്ടാവും. ഇതേ എണ്ണയിൽ തന്നെ ഇതൊന്ന് കോരി മാറ്റിയ ശേഷം പച്ചമുളക് കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ പാവയ്ക്കയോടൊപ്പം ഒന്ന് പൊടിച്ച് നമ്മൾ ഈ പച്ചടിയിൽ ചേർക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇത് ആദ്യമേ വറുത്ത് മാറ്റി വയ്ക്കുന്നത്. ഇനിയിപ്പോൾ പാവയ്ക്ക കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാവയ്ക്ക അവസാനം ഫ്രൈ ചെയ്തെടുത്താൽ മതി. പാവയ്ക്ക ഫ്രൈ ചെയ്ത എണ്ണയിൽ വീണ്ടും ഉള്ളി കൂടെ ചേർക്കുമ്പോൾ ആ ഒരു കയ്പ്പ് ആ ഉള്ളിയിലും കൂടെ വരാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യം ഉള്ളി ഫ്രൈ ചെയ്ത് മാറ്റിയത്. അതിനുശേഷം ഏറ്റവും അവസാനം പാവയ്ക്ക ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. കൂടുതൽ എണ്ണ ഒന്നും പാവയ്ക്ക ഫ്രൈ ചെയ്യുന്നതിന് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് റീയൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ ഈ എണ്ണ. ഞാനിവിടെ ഒരു പാവയ്ക്കയെ അരിഞ്ഞെടുത്തിട്ടുള്ളൂ. 2 എണ്ണം ആദ്യം കാണിച്ചെങ്കിൽ ഞാൻ ഒരു പാവയ്ക്ക മാത്രമേ അരിഞ്ഞെടുത്തിട്ടുള്ളൂ. ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ കൈകൊണ്ട് പൊടിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കൈകൊണ്ട് പൊടിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിന് വേണം ഇത് വറുത്ത് കോരുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിലും കുറച്ച് എണ്ണ മതിയാകും ഇത് വറുത്ത് കോരുന്നതിന്. ഇത് കുറച്ച് ചുവട് കട്ടിയുള്ള പാത്രമാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പാത്രമോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമോ ഉപയോഗിച്ച് നമുക്കിത് വറുത്ത് കോരിയെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഒന്ന് പാകമായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതും ഒന്ന് കോരി മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി തേങ്ങയും പച്ചമുളകും ഒരു നുള്ളു ജീരകവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വെള്ളത്തിലാണ് അരച്ചെടുത്തത്, തൈര് ചേർത്തല്ല അരച്ചെടുത്തിട്ടുള്ളത്. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഒരു 1/2 കപ്പ് തേങ്ങയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനിയുള്ള കാര്യങ്ങളെല്ലാം ഒരു മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. മൺചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടായ ശേഷം ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ചേർത്തല്ല ഇത് അരച്ചെടുത്തിട്ടുള്ളത്. കുറച്ച് കുറുകിയ പരുവത്തിന് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഈ ജീരകത്തിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു റോ ടേസ്റ്റ് മാറുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ചെറിയ 2 സ്പൂൺ കടുക് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു പച്ച മണം ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അരപ്പ് ഇങ്ങനെ വേവിക്കാതെ തന്നെ ഇതിലേക്ക് തൈര് ചേർത്ത് ഉപയോഗിക്കാനും പറ്റും.
ആ ഒരു റോ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഞാനിതിങ്ങനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് ഈ അരപ്പ് അരച്ച സമയത്ത് പച്ചവെള്ളത്തിൽ തന്നെ അരച്ചത്. ഇങ്ങനെ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പച്ചവെള്ളത്തിൽ തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. തൈര് ചേർത്ത് അരയ്ക്കേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായി തിള വരുന്നത് വരെ മാത്രം വേവിച്ചാൽ മതിയാവും. അതിനുശേഷം ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുകയാണ്. ഈ തൈര് ഞാൻ ഉടച്ച ശേഷമൊന്നുമല്ല ചേർത്ത് കൊടുക്കുന്നത്, കട്ട തൈര് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അരപ്പുമായിട്ടൊന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് ആവശ്യത്തിനൊന്ന് ഉടഞ്ഞ് കിട്ടിക്കോളും. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച പാവയ്ക്കയും ചെറിയ ഉള്ളിയും പച്ചമുളകും ഒന്ന് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചതാണ്. അതിനുശേഷം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ചേർത്ത ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. സദ്യക്കൊക്കെ ഇലയിൽ വിളമ്പുന്ന സമയത്ത് ഒഴുകി പോകരുത്. ഇനി ഇതിലേക്ക് കടുക് കൂടി താളിച്ച് ചേർക്കേണ്ടതായിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് കടുക് മാത്രം ഉപയോഗിച്ചാൽ മതിയാകും. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് കടുകിട്ട് കടുക് ഒന്ന് പൊട്ടിയ ശേഷം ഒരു വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്കിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിൽ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നില്ല. ആദ്യം ചുവന്നുള്ളി വറുത്ത് ചേർത്തതായതുകൊണ്ട് ഇതിലേക്ക് ഇനി ചുവന്നുള്ളിയുടെ ആവശ്യമില്ല. ഇതെല്ലാം തന്നെ ഒന്ന് നന്നായി വറുത്ത ശേഷം പച്ചടിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. മറ്റു പച്ചടികളിൽ നിന്നുള്ള വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ് പാവയ്ക്ക പച്ചടിക്ക്. ഒരു കയ്പും പുളിയും എല്ലാം കൂടെ ചേർന്ന ഒരു ടേസ്റ്റാണ്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണല്ലോ സദ്യ കെങ്കേമമാകുന്നത്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഈ പാവയ്ക്ക പച്ചടി കൂടി ഒരു ദിവസം ഒന്ന് തയ്യാറാക്കി നോക്കണം. അതിനുശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.